ഒരു ബൈക്കിൽ പോകുന്ന ഒരു ഫാമിലിക്ക് കാറിലേക്ക് ചെറിയ ബഡ്ജറ്റിൽ കാറിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനം. കാരണം AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്ഷൻ തന്നെ LXi അല്ലേ? പവർ സ്റ്റിയറിംഗ് LXi 2009 പേപ്പർ 4 വർഷം 4 കൊല്ലത്തെ പേപ്പർ ഉണ്ട് കേട്ടോ ഇതില്. ഓക്കെ, അടിപൊളി സീറ്റ് കവർ, ഫുൾ ബോഡി, തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. ബോഡി അടിയിലോ എവിടെ ചെക്ക് ചെയ്താലും ഒരു തുരുമ്പോ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നല്ല വിലക്കെടുത്ത വണ്ടിയാണ്. ഇത് ശരിക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടണമെങ്കിൽ ഒരു 1.15 കൊടുക്കണം. നമുക്കൊരു 1.8 വണ്ടി കൊടുക്കാം. 1,05,000 റുപ്യക്ക് വണ്ടി കൊടുക്കാം. അതിനുള്ള മുതല് നല്ലോണം ഉണ്ട്. കാരണം ആൾട്ടോ നല്ല വണ്ടി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലുമൊക്കെ അപാകത, തുരുമ്പ്, മെക്കാനിക്കൽ ഒന്നുമില്ല. ഫുൾ 100ക്ക് 100 ഇത്. കണ്ണ് ചിമ്മിട്ട് എടുക്കാം, കണ്ണ് ചിമ്മിട്ട് തുറന്നു വെച്ചിട്ട് ഒക്കെ എടുക്കാം. എങ്ങനെ? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സുഖല്ലേ? നല്ല സുഖം. ഒരുപാട് വണ്ടികൾ കയറിയല്ലേ? കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വീഡിയോ തകർത്തു, ഒക്കെ തകർത്തു. കുറെ വണ്ടികൾ പോയി. വണ്ടി മൊത്തം പോയിട്ട് ഇപ്പൊ ഈ വണ്ടികൾ മൊത്തം നമ്മളെ മറ്റേ വാഗനർ ഉണ്ടല്ലോ, ആ CNG അത് പോയില്ലേ? അതിനൊക്കെ ഒരു 50 ആള് വിളിച്ചിട്ടുണ്ട് പോയിന്റെ ശേഷം വിളിച്ചിട്ടില്ല. ഒരു 50 വണ്ടി വേണമെന്ന എന്റെ അഭിപ്രായം. കുസാർക്ക് മുന്തിരി, കുസാർക്ക് ഓറഞ്ച് അല്ല. അപ്പോ ലത്തീഫ് കാ, പിന്നെ ഒരുപാട് വണ്ടികൾ ഇപ്പൊ കേറിയിട്ടുണ്ട്. പുതിയ ബ്രിസ വന്നിട്ടുണ്ട്, ടയോട്ടയുടെ പുതിയ മോഡൽ ഉണ്ട്, പിന്നെ സ്വിഫ്റ്റ് കാറ്, പിന്നെ നിങ്ങള് സാധാരണ വണ്ടികൾ തന്നെ. അതായത് ചെറിയ വണ്ടികളെ നമ്മൾ അധികം പെട്ടെന്ന് സെയിൽ ചെയ്യല്. അത് ഒരു 10-25-30 വണ്ടികളൊപ്പം ഉണ്ടല്ലോ ഇവിടെ. ചെറു വണ്ടി ഉണ്ട്, പിന്നെ വലിയതായിട്ട് ആവശ്യം വണ്ടികൾ പെട്ടെന്ന് പോകും ആളുകള്. പിന്നെ എല്ലാവർക്കും വേണ്ടേ വണ്ടി കൊടുക്കാൻ? നമ്മള് വലിയ ബഡ്ജറ്റിലെ വണ്ടി എല്ലായിടത്തും കിട്ടും. ഒരു കാർ എടുക്കണമെന്ന് ഏതൊരാൾക്കും ഒരു സ്വപ്നമാണ്. നമ്മളടുത്ത് വന്നാല് വലിയ വണ്ടി വേണ്ടിയവർക്ക് അതും കൊടുക്കാം, ചെറിയ വണ്ടി വേണ്ടിയവർക്ക് അതും കൊടുക്കാം. വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് പോകാവൂ. ഏത് വണ്ടി വേണമെങ്കിലും ഉപരി ഒപ്പിച്ചു കേട്ടോ. ഒരു ടെൻഷനും വേണ്ട, അതും പറഞ്ഞിട്ടേ തരുള്ളൂ. അല്ല, ഒന്ന് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താലേ. ലൊക്കേഷൻ ഇത് പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് പോരുകയാണെങ്കിൽ പാണ്ടിക്കാട്, വണ്ടൂര്, നിലമ്പൂര് റൂട്ടില് പാണ്ടിക്കാട്, കാളങ്കാവ്. മഞ്ചേരി അവിടുന്ന് ഇങ്ങോട്ടോ പോരുന്നെച്ചാല് പാണ്ടിക്കാടിന്ന് ലെഫ്റ്റ്, നിലമ്പൂര് വണ്ടൂർ റൂട്ടില് കാളങ്കാവ് 2 കിലോമീറ്റർ. പാണ്ടിക്കാട് വണ്ടൂർ റോഡ് 2 കിലോമീറ്റർ. ബാക്കിയുള്ളത് അത് ഊഹിച്ചെടുത്തോളൂ. നമ്പർ കൊടുക്കൂല, നിങ്ങളെ നമ്പർ ഉണ്ടല്ലോ, അത് വിളിച്ചാൽ നിങ്ങൾ ലൊക്കേഷൻ അയച്ചു കൊടുത്താല്. പിന്നെ വേറെ എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടോ? പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മളെ വണ്ടി നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങളോട് പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ വളരെ ധൈര്യമായിട്ട് പോന്നോളൂ. എന്തെങ്കിലും കുഴപ്പം വണ്ടിമ്പോ ഒരു വണ്ടി ആവുമ്പോ ചെറിയ ടച്ചിങ് കാര്യങ്ങൾ ഉള്ളതുണ്ടാവും. അത് ഇന്ന മാതിരി ഇത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ തരുള്ളൂ. ഇല്ലാത്തതിന് ഇല്ലാന്ന് പറയും. പിന്നെ ബഡ്ജറ്റ് കാര്യങ്ങള് റേറ്റ് ഒക്കെ വിളിച്ച് ചോദിച്ചങ്ങള് മറ്റുള്ള സ്ഥലത്ത് അന്വേഷിച്ചോട്ടെ, എന്നിട്ട് വന്നാൽ മതി. നമ്മളെ വണ്ടികളെ കടയിൽ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളെ നമ്മൾ എടുക്കുന്നത്. അപ്പോ എന്തായാലും നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. ആളുകൾ കാണട്ടെ നിങ്ങൾ ഇവിടുത്തെ വണ്ടികള്, അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഒക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഇവിടെ ആദ്യമായിട്ട് നമുക്കൊരു ആൾട്ടോ 800 തുടങ്ങാം. ആൾട്ടോ 800 പിന്നെ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടിയിലോട്. ഇതെങ്ങനെയായിരുന്നു കാര്യങ്ങള്, മോഡൽ കാര്യങ്ങള്? ഇത് 2015 സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. 70 സംതിങ് ഓടിയിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് നമുക്ക് 2,15,000 റുപ്യ കിട്ടിയാൽ ഇത് കൊടുക്കാൻ കഴിയും. സിംഗിൾ ഓണറാണ് വണ്ടി. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓട്ടം കറക്റ്റ് ആണ്. വേറെ ഒരു പ്രശ്നങ്ങളും മെക്കാനിക്കലി ബോഡി കാര്യങ്ങളൊക്കെ ഫുള്ളാണ്. ഇപ്പൊ പൊടി മാറിയിട്ടുണ്ടാവും, നോക്കണ്ട. അപ്പൊ റോഡല്ലേ, പൊടി വരും. അല്ലാത്ത വണ്ടി ബോഡി കാര്യങ്ങളൊക്കെ വണ്ടികളൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ചുരുക്ക് കുറച്ച് കുറഞ്ഞിട്ട് കാണുള്ളൂ അല്ലെ വണ്ടികളൊക്കെ. അപ്പോ മാക്സിമം ലോൺ എങ്ങനെയാണ്? മാക്സിമം ലോൺ ഒരു 1.25 ലക്ഷം റുപ്യ ലോൺ കിട്ടും അല്ലെ? ഓക്കെ. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. വീണ്ടും ഒരു ആൾട്ടോ 800 നമുക്ക് പരിചയപ്പെടാം. ആൾട്ടോ 800ന്റെ ചാകര തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2017 ആണ് വണ്ടി. സെക്കൻഡ് ഓണർ ആണ് വണ്ടി. 83,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. റീപ്ലേസ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി സീറ്റ് കവർ, ഫുൾ ബോഡി, ഇഞ്ചൻ മെക്കാനിക്കലി ഫുൾ ആണ് വണ്ടി. സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അത്യാവശ്യ കട്ട ഓടിക്കൊണ്ടിരിക്കുന്ന കട്ടയാണ്. പക്ഷെ ടയർ ഇപ്പൊ എപ്പോഴും നിങ്ങൾക്ക് അറിയാലോ മാറ്റാലോ. എന്നാലും അത്യാവശ്യമുള്ള ടയർ ഉണ്ട്. ഇഞ്ചനും ബോഡി കാര്യങ്ങളൊക്കെ മെക്കാനിക് ബോഡി കാര്യങ്ങളൊക്കെ ഫുൾ ഫിറ്റ്. എത്ര മോഡൽ പറഞ്ഞു? 2017. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഒരു 2,40,000 റുപ്യ കൊടുക്കാം. 2,40,000. എത്ര പൈസയാണ്? 2,10 വരെ ലോൺ കിട്ടും. 30,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോവാം. ഓക്കെ. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. ഇവിടെ ചെറിയൊരു ബഡ്ജറ്റിൽ എസ്റ്റിലാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അതും 5 കൊല്ലത്തെ പുതിയ പേപ്പറുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. മെക്കാനിക് ഫുൾ ഫിറ്റ് അല്ലേ?
മെക്കാനിക്ക് ഒരു റീപ്ലേസ് പോലും ഇല്ലാത്ത വണ്ടിയാണ്. നല്ല അടിപൊളി സീറ്റ് കവർ, നല്ല പുത്തൻ ടയറ്, ഫുൾ ബോഡി, തുരുമ്പോ കാര്യങ്ങളോ വണ്ടിമല്ല. 5 വർഷം പുതിയ പേപ്പർ, പുതിയ ഇൻഷൂർ ഒക്കെ ഉള്ള വണ്ടി. എല്ലാം തഴഞ്ഞ VXI ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര മോഡൽ വരുന്നത്? 2000 ഇപ്പൊ റിന്യൂവൽ എടുത്തിട്ടുള്ളൂ. ഇനി 5 വർഷത്തേക്ക് ഒന്നും നോക്കണ്ട. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 1.5 ലക്ഷം രൂപ കൊടുക്കാം. 1.5 ലക്ഷം രൂപ കൊടുക്കല. 38,000 രൂപ ഇറക്കിയിട്ട് ഇപ്പൊ എല്ലാ വർക്കും AC കാര്യങ്ങളൊക്കെ ഫുൾ ഫിറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ വിളിച്ചോ. ഖീദ്മത്തിന്റെ സ്വിഫ്റ്റ് കാർ ആണ്, അതും ഡീസൽ ആണ് കേട്ടോ. എങ്ങനെ ലത്തീഫ് കാ മോഡല്? 2012. ഓപ്ഷൻ VDI ഓപ്ഷനാണ്. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ബോഡി, ഇഞ്ചിന് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 3 ലക്ഷം റുപ്യ നമുക്ക് കൊടുക്കും. 3 ലക്ഷം രൂപ കൊടുക്കാം. നല്ല ക്വാളിറ്റി, ഒരു 15 മോഡലിന്റെ ലുക്കാ വണ്ടി. അതെ, നല്ലൊരു അടിപൊളി വാഗണർ ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇത് ഫുൾ പൊടി പിടിച്ചിരുന്നത് എന്ത് സംഭവം? മരത്തുമെന്ന് ഇല കൊഴിയാണ്. ഇതൊക്കെ കൈകി വെച്ചോളൂ മനസ്സാ. അതിന് കൈകി വെക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്നിട്ടുള്ളൂ. ഞാൻ താനൂർ വൈക്ക് ഇപ്പൊ പോയിട്ട് ഇപ്പൊ നിങ്ങൾ വിളിച്ചപ്പോൾ അവിടെ വന്ന് കയറിയതല്ലേ. പിന്നെ ഞാൻ തുറന്നു കൊടുക്കണം, ചാവിയും കാര്യങ്ങളൊക്കെ ഉള്ളിലല്ലേ. അപ്പൊ അതിന് പറ്റിയിട്ടില്ല. വണ്ടി ഫുൾ ബോഡി ഇഞ്ചനാണ്, കണ്ടീഷനാണ്. ഇത് മോഡൽ എത്ര? ഇത് 2013 VXI. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ബാക്ക് വൈപ്പർ എല്ലാം. ഇത് ഓട്ടം 70,000 കിലോമീറ്റർ ആണ് ഓടി. ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ആണ്. വേറെ പ്രശ്നങ്ങളില്ല, ഒരു പ്രശ്നങ്ങളും മെക്കാനിക്കലി കാര്യങ്ങളൊക്കെ ഫുള്ളാ. നിങ്ങൾ ഡയലോഗ് ഒന്നും ഇപ്രാവശ്യം ഒന്നും കാണുന്നില്ലല്ലോ. ഭയങ്കര ഡയലോഗ് ഉണ്ടാവും. ഡയലോഗ് തന്നെ വണ്ടിന്റെ ക്വാളിറ്റി ഇല്ലെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. വണ്ടി ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 13 വണ്ടിക്ക് അനുസരിച്ച് ഇത് നമുക്കൊരു 2.25 റുപ്യ കൈ കിട്ടിയ വണ്ടി കൊടുക്കാം. 2.25 കിട്ടിയാ കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാം. ലോൺ ഒരു 2.5 ലക്ഷം വരെ, 2.40, 2.5 വരെ ലോൺ. ഇവിടെയുള്ള ഏകദേശം വണ്ടികൾ ഒരു 35,000 റുപ്യ അടച്ചാല് ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ സെറ്റാക്കി കൊടുക്കും അല്ലെ. ഓക്കെ, നല്ല ഖീദ്മത്തിന്റെ വിറ്റാര ബ്രസ് ആണ്, ഡീസലാണ്. ഓട്ടം കുറവുള്ള ഒരു വാഹനമാണ് കേട്ടോ. കാരണം വിറ്റാര ബ്രസ് ഡീസൽ വണ്ടിയിൽ ഇന്ന് മാർക്കറ്റിൽ ഓട്ടം കുറവുള്ള വണ്ടികൾ എവിടെ കിട്ടൂല. പിന്നെ ഈ മീറ്റർ തിരിച്ചു മറിച്ചൊക്കെ വണ്ടികളൊക്കെ ഉണ്ടാവും സാധാരണ, അല്ല അല്ല കൊറേ വണ്ടികൾ മീറ്റർ തിരിച്ചതൊക്കെ ഉണ്ടാവും. ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഒന്നുമില്ല. 70,000 സംതിങ് ഓടിയിട്ടുള്ളൂ. ഇപ്പൊ സെക്കൻഡ് ഓണർ ഇപ്പൊ നമ്മളെ കയ്യിൽ വന്നിട്ടാണ് സെക്കൻഡ് ഓണർ ആയിട്ട്. ഓക്കെ, വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും അങ്ങനത്തെ മേജർ പ്രശ്നങ്ങളില്ല. എത്ര മോഡൽ? 2017. ZDI ആണ്, പ്ലസ് ആണ് അല്ലേ. ഓക്കെ, ഏറ്റവും ടോപ്പ്. ഇതില് പുഷ്പട്ടം വരുന്നില്ലേ? പുഷ്പട്ടം വരുന്നുണ്ട്. അലോയില് ബാക്ക് വൈപ്പർ, കൺട്രോള്, അലോയ്സ്, ബാക്ക് വൈപ്പർ, പിന്നെ എല്ലാ സെറ്റപ്പും വരുന്ന ഒരു വാഹനമാണ്. പിന്നെ വേറെ ഒരു പ്രശ്നമില്ല. ചോദിക്കുന്നത് ഇത് നമുക്ക് 7.25 ലക്ഷം റുപ്യ കൊടുക്കാം. 7.25 ലക്ഷം കിട്ടിയാൽ കൊടുക്കുക. മാക്സിമം എത്ര പൈസ ഉണ്ട് കറക്കാം? അത് ഒരു 6 ലക്ഷം റുപ്യ വരെ ലോൺ കിട്ടും. വീണ്ടും ഒരു ടൈപ്പ് 2 ഇറങ്ങിയിട്ടുള്ള സ്വിഫ്റ്റ് കാർ ആണ്, അത് ഡീസൽ വണ്ടിയാണ് കേട്ടോ. എങ്ങനെയാണ് ഇത്? 2013-14 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. 1,07,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. ഇല്ലല്ല. അതുപോലെ തന്നെ വണ്ടി അത്യാവശ്യം ടയർ കാര്യങ്ങള്, ബോഡി ഒന്നും നോക്കാല്ല. ഫുൾ ക്ലീൻ വണ്ടിയാണ്. സീറ്റ് കവർ എല്ലാം ഫുള്ളാണ്. മെക്കാനിക് സീറ്റ് കവർ, പുതിയ ഇൻഷൂർ എടുത്തിട്ട് വണ്ടി കൊടുക്കും. കമ്പനി ഹിസ്റ്ററി ഓല് എടുത്തോട്ടെ. 1,07,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വേറെ എന്താ, സെക്കൻഡ് ഓണർ ആണ് വണ്ടി. ഡീസലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര കൊടുക്കരുത്? ഇത് നമുക്കൊരു 3,65,000 റുപ്യ കൊടുക്കാം. 3,65 കൊടുക്കാം. 2013 വണ്ടി. ഓക്കെ, അതും ഹിസ്റ്ററി ഉള്ള ഒരു വാഹനമാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കും. വീണ്ടും ഒരു കിണ്ണം പോലത്തെ വാഗനർ കാണിച്ചു കൊടുക്കല്ലേ. 2013 കമ്പനി സർവീസ് കാര്യങ്ങൾ, ഹിസ്റ്ററി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. LXI ആണ് വണ്ടി. 80 സംതിങ് ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. 80,000-82,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. തട്ടുമുട്ട് റീപ്ലേസ് ഒന്നും വണ്ടിമല്ല. നല്ല സ്മൂത്ത് ഇഞ്ചനാണ്. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷൂറും ഒരുപാട് ടൈം ഉണ്ട്. അടുത്ത വർഷം ഇപ്പൊ ഈ ഒരു 8 മാസത്തോളം ഇൻഷൂർ ബാലൻസ് ബാക്കിയുണ്ട്. എത്ര കൊടുക്കുക? ഇത് നമുക്ക് 2,40,000 റുപ്യ. 2,40,000. എത്ര ഡൗൺ പേയ്മെന്റ് ഉണ്ട്? അതൊരു 2 ലക്ഷം റുപ്യ കൂട്ടിക്കോളുകൾ. 2 ലക്ഷം റുപ്യ, ബാക്കി 2 ലക്ഷം റുപ്യ നമുക്ക് അടവ് കിട്ടും. അതായത് 2 ലക്ഷം ലോൺ കിട്ടും. 40 ഉറുപ്പിക മതി. വീണ്ടും ഒരു ആൾട്ടോ 800 ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതെങ്ങനെയാണ് ലത്തീഫ? ഇത് 2015 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്.
വണ്ടി നല്ല ക്വാളിറ്റി, നല്ല അടിപൊളി പുത്തൻ സീറ്റ് കവർ, സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബോഡി ഇഞ്ചൻ തുരുമ്പോ കാര്യങ്ങളോ വണ്ടിമല്ല ഇല്ല. മെക്കാനിക്കലി ബോഡി കാര്യങ്ങളൊക്കെ ഫുൾ ആണ്. ഇത് ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാല് ഈ LXയും VXയും വില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ വില പറയുന്നത് ഇനിയിപ്പോ കാണുന്ന ആൾക്കാർ കൂടുതലാ കുറവാന്ന് പറയുമല്ലോ, അതുകൊണ്ട് 2 ലക്ഷം റുപ്യക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 2 ലക്ഷം റുപ്യ കൊടുക്കാം. ഹൈ ക്വാളിറ്റി വണ്ടി. 2015 വണ്ടി. ഓട്ടോ കൂടുതലുണ്ട്. ഓട്ടോ അല്ല, ഓട്ടോ ഒക്കെ ഒന്നിന്റെ ചോട്ടിലെ വണ്ടി ഓടിയിട്ടുള്ളൂ. ആ ഒരു റേഞ്ച് തന്നെ ഓടിയിട്ടുള്ളൂ. വേറെ ഒരു പ്രശ്നമല്ല. കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി. നമ്മളൊരു ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ നമ്മളതായ ഒരു വാറന്റി ഉണ്ടാവും, കൊടുക്കും ചെയ്യാം. ഓക്കെ. അപ്പൊ ഒരു കിണ്ണം പോലത്തെ ഡസ്റ്റർ ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഒരു 4x4 ആ ഒരു ലെവലിലേക്ക് വരുന്ന ഒരു വാഹനം അല്ല. 1 ton ആണ് CC വരുന്നത്. കുറച്ച് എന്താ പറയാ, കുറച്ച് റഫ് റോഡിലൊക്കെ നല്ല സുഖമായിട്ട് പോകുന്ന ഒരു വാഹനം അല്ല. ഇത് എങ്ങനെയാണ് മോഡൽ കാര്യങ്ങൾ? ഇത് ഓഫർ വിലക്ക് കൊടുക്കും. ഓഫർ വിലക്ക് കൊടുക്കാം നമുക്ക്. കൊടുക്കല എങ്ങനെയാണ് കാര്യങ്ങൾ? 2012 ആണ് വണ്ടി. 4 പുത്തൻ ടയർ, നിലം തൊട്ടിട്ടില്ല, പുത്തൻ ടയറാണ് 4 എണ്ണം. ഏറ്റവും വില കൂടിയ ലെതർ സീറ്റ് കവർ ഉണ്ട്. ബെൻസിന്റെ സീറ്റാ. ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ ഉണ്ട്. ഇത് നല്ലൊരു വിദഗ്ധം ഉപയോഗിച്ച വണ്ടിയായിരുന്നു. അവർക്ക് ഓട്ടോമാറ്റിക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്തപ്പോ വന്നതാണ് വണ്ടി. റീപ്ലേസ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഒരു ആൾട്ടോണ്ണൂറിന്റെ പൈസക്കാണ് ഇതിപ്പോ കൊടുക്കുന്നത്. വീട്ടില് ഒരു ഷെഡ് നിറച്ച് വണ്ടി ഉണ്ടാവും, എവിടെ പോകാനും ലാവിഷായിട്ട് പോയി പോരാ. വണ്ടി നല്ല പവറാണ്, ഞങ്ങൾക്ക് അറിയാലോ. വണ്ടി 2.5 ലക്ഷം റുപ്യക്ക് വണ്ടി കൊടുക്കാം. 2 ലക്ഷം റുപ്യക്ക് ഒരു ഈ ആൾട്ടോണ്ണൂറിന് 2.5 ലക്ഷം വില വരും. അപ്പൊ ആ റേറ്റിന് നമുക്ക് ഇത് കൊടുക്കാം. ഒന്നും പറയാലോ. ഒരു ലക്ഷം റുപ്യ എന്ന് പറഞ്ഞ മാതിരി ടയർ, സീറ്റ് കവർ, പുത്തൻ ഇൻഷൂർ, പുതിയ ബാറ്ററി. ഇനിയിപ്പോ ഒരു രൂപയുടെ പണി വണ്ടി ഒരു ബൈക്കിൽ പോകുന്ന ഒരു ഫാമിലിക്ക് കാറിലേക്ക് ചെറിയ ബഡ്ജറ്റിൽ കാറിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനം. കാരണം AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്ഷൻ തന്നെ LXi അല്ലേ? LXi 2009 പേപ്പർ 4 വർഷം, 4 കൊല്ലത്തെ പേപ്പർ ഉണ്ട് കേട്ടോ ഇതില്. ഓക്കെ. അടിപൊളി സീറ്റ് കവർ, ഫുൾ ബോഡി, തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. ബോഡി അടിയിലോ എവിടെ ചെക്ക് ചെയ്താലും ഒരു തുരുമ്പോ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നല്ല വിലക്ക് എടുത്ത വണ്ടിയാണ്. ഇത് ശരിക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടണമെങ്കിൽ ഒരു 1.15 കൊടുക്കണം. നമുക്കൊരു 1.8 വണ്ടി കൊടുക്കാം. 1,05,000 റുപ്യക്ക് വണ്ടി കൊടുക്കാം. അതിനുള്ള മുതല് നല്ലോണം ഉണ്ട്. കാരണം ആൾട്ടോ നല്ല വണ്ടി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലുമൊക്കെ അപാകത, തുരുമ്പ്, മെക്കാനിക്കൽ ഒന്നുമില്ല. ഫുൾ 100ക്ക് 100 ഇത്. കണ്ണ് ചിമ്മിട്ട് എടുക്കാം, കണ്ണ് ചിമ്മിട്ട് തുറന്നു വെച്ചിട്ട് ഒക്കെ എടുക്കാം. എങ്ങനെയാണ് ഇവിടെ ഒരു ലേഡീസ് പർപ്പസിനൊക്കെ പറ്റിയൊരു വാഹനമാണ്. എസ്പ്രസോ ഓട്ടോമാറ്റിക് ആണ് ഇന്ന് മാർക്കറ്റിൽ നല്ല ടൈറ്റ് ഉള്ള ഒരു സാധനം അല്ല, കുറച്ച് ഡിമാൻഡ് ഉള്ള ഒരു വാഹനം. ഓട്ടോമാറ്റിക് ചെറുവണ്ടിയിൽ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. മൈലേജ് കിട്ടുന്നത് 2021 മോഡല്. 40 സംതിങ് ഓടിയിട്ടുള്ളൂ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. വണ്ടി നമുക്കൊരു 3.25 രൂപ കിട്ടിയ വണ്ടി കൊടുക്കാം. 3.25 രൂപ കിട്ടിയ വണ്ടി കൊടുക്കാം. അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. ഇല്ല, അങ്ങനത്തെ മേജർ ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല. നല്ല ഖിദ്മത്തിന്റെ റിഡ്സ് കാർ, അതും പെട്രോൾ വാഹനമാണ് കേട്ടോ. പെട്രോൾ വാഹനങ്ങൾ കുറെ ആള് നോക്കി നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ്. ആകെ ഒന്നിന്റെ ഉള്ളിക്ക് ഓടിയ വാഹനമല്ലേ ഇത്? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി 2015 പെട്രോൾ VXi ആണ്. 3,05,000 റുപ്യ വണ്ടി കൊടുക്കാം. 3,15,000 മോഡല് വണ്ടിയാണ്. റീപ്ലേസ് തട്ടുമുട്ടൊന്നും ഇല്ലാത്ത ഒന്നുമില്ല. 15 മോഡല് VXi പെട്രോൾ വണ്ടി. 3,05,000 റുപ്യ വണ്ടി കിട്ടിയും കൊടുക്കുക. നല്ലൊരു അടിപൊളി ഡീസൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും 20 എബോ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ചെറിയ ബഡ്ജറ്റിൽ കിട്ടും കേട്ടോ ഈ സാധനം. ഏതാണ് ഇത് മോഡൽ? ഇത് 2013 ഒറിജിനൽ കേരള വണ്ടി. ബട്ടൺ സ്റ്റാർട്ട്, ഫുൾ ഓപ്ഷൻ വണ്ടി. അലേവിയിൽ ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന ഡീസലിൽ വരുന്ന റിനോൾട്ടിന്റെ പൾസ്. ഇത് 85ന്റെ ഇഞ്ചനാണ് വരിക. വണ്ടി ഒന്നും പറയാല്ല. നല്ല മൈലേജും ഉണ്ടാവും, നല്ല പുള്ളിങ്, വണ്ടി പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടി. 2 ലക്ഷം റുപ്യക്ക് നമുക്ക് വണ്ടി. 2 ലക്ഷം റുപ്യ. അതും 2013 ഒറിജിനൽ കേരള ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഏറ്റവും ഫുൾ അല്ല. കേരളത്തിൽ നിന്ന് ഒരു മഹ്ലൂക്കും തരാത്ത വിലയിൽ ഇവിടുന്ന് ഒരു വാഗനർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതും എങ്ങനെയാണ്? 5 കൊല്ലത്തെ പുതിയ പേപ്പർ, പുതിയ ഫ്രഷ് ഇൻഷൂർ എടുത്തിട്ടാണ് കൊടുക്കും. റീപ്ലേസ് തട്ടുമുട്ട്, കിലോമീറ്റർ കറക്റ്റ് 75,000 കിലോമീറ്റർ കറക്റ്റ് ജെനുവിൻ ഓട്ടം. ഇതിന്റെ ഹൈലൈറ്റ് കിലോമീറ്റർ ആണ്. കറക്റ്റ് ജെനുവിൻ കിലോമീറ്റർ ആണ് മൂപ്പര് പറയുന്നത് കേട്ടോ.
വണ്ടി തട്ടുമുട്ട് തുരുമ്പ് കാര്യങ്ങളൊന്നും വണ്ടിമല്ല. ഇല്ല. നല്ല ക്വാളിറ്റി ഉള്ള ടയർ കാര്യങ്ങൾ. വണ്ടി ഒരു വീട്ടിൽ ഒന്നും പറയാല്ല. ചെറിയ ബഡ്ജറ്റില് ഒരു 1,800 പൈസ പോലും ആവുന്നില്ല. ഒരു എക്സിക്യൂട്ടീവ് വണ്ടിയാണ്. ഒന്നും പറയാല്ല വണ്ടി. 1,80,500 കൊടുക്കാം. അതിൽ പുതിയ ഇൻഷൂർ ഉണ്ട്, 5 വർഷത്തെ പുതിയ പേപ്പർ, ഒരു കംപ്ലൈന്റും ഇല്ല. ഏത് ഊട്ടി മൈസൂര് ഏയില വേണമെങ്കിലും ലാവിഷായിട്ട് പോകാം. നല്ല ഖീദുമത്തിന്റെ ഒരു ഫോർച്യൂണർ നമുക്ക് നോക്കാം. ഇത് ലത്തീഫ് മോഡൽ എങ്ങനെയാണ് വരുന്നത്? ഇത് 2014 മാനുവൽ 2 വീൽ മാനുവൽ ആണ്. മാനുവലിൽ 2 വീലാണ്. മാനുവലിൽ 2 വീലാണ്. 1,90,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് ഫസ്റ്റ് ഇവിടെ, അതായത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് മൊത്തം വരുന്നത്. ഒരു ഓണർ അവിടെ, ഒരു ഓണർ ഇവിടെ ഫസ്റ്റ്, അവിടെയും ഫസ്റ്റ്. ഇവിടുത്തെ ഇപ്പൊ സെക്കൻഡ് ഓണറിലാണ് അറച്ചു നിൽക്കുന്നത്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടത്തെ ഗ്ലാസ് ഒറിജിനൽ ടയോട്ടയുടെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, മാറ്റിയിട്ടിട്ടുണ്ട്. അത് ചെറിയ ഇത് വന്നപ്പോ മാറ്റിയതാണ്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. നല്ല ക്വാളിറ്റി ഉള്ള ബോഡി കാര്യങ്ങള്, പെയിന്റ് ഒന്നും പറയാല്ല. ഇന്റീരിയർ ഭാഗത്തുള്ള ഇന്റീരിയർ കാര്യങ്ങൾ, എല്ലാം ഫുള്ളാ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഇത് എത്രയാണ് നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് 12,45 കിട്ടിയാൽ കൊടുക്കാം. വണ്ടി കുറഞ്ഞതും കിട്ടും, പക്ഷെ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് 12,45 കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. ഇനി ഓല അന്വേഷിച്ചോട്ടെ, നോക്കിയിട്ട് വിളിച്ചോട്ടെ. 12,45 കിട്ടിയാൽ കൊടുക്കും. വില കുറയില്ല. വരട്ടെ. ഇവിടെ വന്നാല് എന്തെങ്കിലും ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതായത് നമ്മളിപ്പോ സെക്കൻഡ് മാർക്കറ്റില് നമ്മളിപ്പോ എല്ലാ യാർഡിലും പോണ ആളാണല്ലോ ഞാൻ. അപ്പൊ ഇത്രയും നല്ലൊരു ഫോർച്യൂണർ ഞാൻ എവിടെ കണ്ടിട്ടോ. നല്ല വണ്ടിയാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എഞ്ചിനൊക്കെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ പക്കാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. നല്ല കിണ്ണം പോലത്തെ ഷോറൂം കണ്ടീഷനുള്ള ഒരു ഗ്ലാൻസ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അതും ജി ആണ് ഓപ്ഷൻ വരുന്നത്. ആൻഡ്രോയിഡ്, അലോയ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സ്റ്റിയറിംഗ് കൺട്രോള്, ABS, എയർ ബാഗ്, ബാക്ക് വൈപ്പർ, എല്ലാ സെറ്റപ്പ് വരുന്ന ഒരു വാഹനമാണ്. ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങള്? 2024-25 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. 24 മോഡൽ, 25 രജിസ്റ്റർ. വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഷോറൂമിൽ എങ്ങനെയാണോ വണ്ടി ഇറക്കണേ അതേ കണ്ടീഷൻ. ഒന്നും പറയാല്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 20,000 മാത്രം ഓടിയിട്ടുള്ളത്. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്കാ വണ്ടി? മാനുവൽ ആണ്. മാനുവൽ വണ്ടി അല്ല. എത്ര ചോദിക്കണം? ഇത് 8.5 ലക്ഷം റുപ്യാണ് വണ്ടി നമ്മൾ ചോദിക്കുന്നത്. വണ്ടി പുത്തൻ ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ അതേ കണ്ടീഷൻ അല്ല. അപ്പൊ ഇതിപ്പോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വിളിച്ചപ്പോ ഞാൻ വണ്ടിയായിട്ട് പോയത്. ഇതിപ്പോ ഒരു വീട്ടിൽ യൂസ് ആക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ്. പിന്നെ ഇത് ഇപ്പോഴത്തെ ഷോറൂം വിലക്ക് പോലും അന്വേഷിച്ചാൽ കിട്ടുമല്ലോ ഈ ഓപ്ഷനില്. പുത്തൻ വണ്ടി എടുക്കുന്ന ആളുകൾക്ക് അതെന്തായാലും ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നത്? നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ വിളിച്ചോട്ടോ.